എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിനിടെ പെട്ടെന്നുണ്ടാകുന്ന മരണം, ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. രണ്ടു പേർക്കിടയിലെ സ്നേഹോഷ്മളമായ ലൈംഗിക ബന്ധം ശരീരത്തിനും മനസ്സിനും നിരവധി ഗുണങ്ങൾ ഏകുന്നതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുവാനും നല്ല ഉറക്കം കിട്ടുവാനുമൊക്കെ സംതൃപ്തകരമായ രതി സഹായിക്കുന്നു. ലൈംഗിക ബന്ധവും അതിനെ തുടർന്നുണ്ടാകുന്ന രതിമൂർച്ചയും ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോൺ പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസവും അടുപ്പവും ശക്തമാക്കാൻ സഹായിക്കും. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിനിടയിലോ അതിന് തൊട്ടു പിന്നാലെയോ ആളുകൾ മരിച്ചു വീഴാറുണ്ട്. ഇത് അപൂർവമാണെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങളിൽ 0.6% സംഭവിക്കുന്നത് ലൈംഗിക ബന്ധത്തിനിടെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിന് പല കാരണങ്ങളുണ്ടാകാം. പല കേസുകളിലും ലൈംഗിക ബന്ധത്തിന് വേണ്ടിവരുന്ന ശാരീരിക അധ്വാനം ഇതിന് വില്ലനാകാറുണ്ട്. ലൈംഗിക ഉദ്ധാരണത്തിനായി കഴിക്കുന്ന പല മരുന്നുകളും ലഹരി മരുന്നുകളുടെ ഉപയോഗവും പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിക്കാം. പ്രായം കൂടുന്തോറും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം മൂലമുള്ള മരണത്തിനുള്ള സാധ്യത കൂടുന്നു. 33 വർഷത്തിനിടെ ജർമ്മനിയിൽ സംഭവിച്ച പെട്ടെന്നുണ്ടായ 32,000 മരണങ്ങളുടെ ഫോറൻസിക് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് ഇതിൽ 0.2% മരണങ്ങൾ ലൈംഗിക ബന്ധത്തിനിടെ ഉണ്ടായി എന്നതാണ്. പെട്ടെന്നുള്ള മരണം കൂടുതലും സംഭവിച്ചത് ശരാശരി 59 വയസ്സ് പ്രായമായ പുരുഷന്മാരിലാണ്. ഇവരുടെ മരണങ്ങളിൽ ഭൂരിഭാഗവും ഹൃദയസ്തംഭനം മൂലമായിരുന്നു. പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനത്തെയും ലൈംഗിക ബന്ധത്തെയും കുറിച്ച് അമേരിക്ക, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നടന്ന പഠനങ്ങളും സമാനമായ കണ്ടെത്തലുകൾ നടത്തി. ഈ പ്രതിഭാസം മധ്യവയസ്കരായ പുരുഷന്മാരിൽ മാത്രം സംഭവിക്കുന്നതല്ല എന്ന് ലണ്ടൻ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലണ്ടനിലെ സെന്റ് ജോർജ് ആശുപത്രിയിൽ 1994 ജനുവരിക്കും 2020 ഓഗസ്റ്റിനുമിടയിൽ നടന്ന 6847 ഹൃദയസ്തംഭന മരണങ്ങളാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത്. ഇതിൽ 17 എണ്ണവും സംഭവിച്ചത് ലൈംഗിക ബന്ധത്തിനിടെയോ അതിനൊരു മണിക്കൂറിനുള്ളിലോ ആണ്. ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ ശരാശരി പ്രായം 38 വയസ്സായിരുന്നു. 35% കേസുകളും സ്ത്രീകളിലാണ് ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. ഈ മരണങ്ങൾ പ്രായമായ പുരുഷന്മാരിൽ കണ്ടതുപോലെ ഹൃദയം പെട്ടെന്ന് നിലച്ചത് മൂലം ആയിരുന്നില്ല, മറിച്ച് ഹൃദയതാളം അസാധാരണമാകുന്ന SDS സിൻഡ്രോം ആയിരുന്നു 53% മരണം കാരണം. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് രക്തമെത്തിക്കുന്ന വലിയ രക്തധമനി പൊട്ടിയായിരുന്നു 12% മരണങ്ങളും സംഭവിച്ചത്. ഹൃദയപേശികൾക്ക് സംഭവിക്കുന്ന കാർഡിയോമയോപ്പതിയും അപൂർവ ജനിതക പ്രശ്നമായ ചാനലോപ്പതിയുമാണ് മറ്റു കേസുകളിൽ മരണത്തിലേക്ക് നയിച്ചത്. ലൈംഗിക ബന്ധത്തിനിടെ ഉണ്ടാകുന്ന മരണങ്ങളിൽ പലതും ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വ്യായാമവും ആരോഗ്യകരവുമായ ഭക്ഷണശീലങ്ങളും അടങ്ങുന്ന സജീവ ജീവിതശൈലി ഇത്തരം സംഭവങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നു. ഹൃദ്രോഗ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നവർ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട റിസ്കുകളെ കുറിച്ച് കാർഡിയോളജിസ്റ്റിന്റെ നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.